ഉത്തരാഖണ്ഡിന് പിന്നാലെ ഗുജറാത്തും ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നു. വിഷയം പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് ഗുജറാത്ത് സർക്കാർ. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജ് രഞ്ജന ദേശായിയുടെ അധ്യക്ഷതയിൽ 5-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. കഴിഞ്ഞ ജനുവരി 27-നാണ് ഉത്തരാഖണ്ഡിൽ UCC നിലവിൽ വന്നത്. ഇതിന് പിന്നാലെയാണ് BJPയുടെ മാതൃകാ സംസ്ഥാനമായ ഗുജറാത്തും ഏകീകൃത സിവിൽ കോഡിലേക്ക് കടക്കുന്നത്. UCC നടപ്പാക്കുന്നതിനെപ്പറ്റി പഠിക്കാൻ 5-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വിയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു നിർണായക പ്രഖ്യാപനം. દેશના તમામ નાગરિકોને સમાન હક મળે તે માટે કોમન સિવિલ કોડનો દેશવ્યાપી અમલ કરવાનો નિર્ણય કર્યો છે. આદરણીય વડાપ્રધાન શ્રી નરેન્દ્રભાઈ મોદીની ભારતીય જનતા પાર્ટીની સરકાર જે કહેવું તે કરવું એક કાર્યમંત્રને અનુસરીને સરકાર કામ કરે છે. આર્ટિકલ 370ની નાબૂદી, વન નેશન વન ઇલેક્શન, નારી શક્તિ વંદના અધિનિયમ, ટ્રિપલ તલાક કાનૂન વગેરે માટે જે વચનો આપવામાં આવ્યા તે એક પછી એક പൂർണ്ണ થઈ રહ્યા છે. એ દિશામાં આગળ વધતા 45 ദിവസത്തിനകം 5-അംഗ സമിതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. വൈകാതെ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഭൂപേന്ദ്ര പട്ടേൽ വ്യക്തമാക്കി. ബഹുഭാര്യത്വം നിരോധനം, പെൺകുട്ടികളുടെ വിവാഹപ്രായം 21, വിവാഹത്തിനും ലിവിംഗ് ടുഗദറിനും നിർബന്ധമായി രജിസ്ട്രേഷൻ, വിവാഹമോചനത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ഉറപ്പ് തുടങ്ങിയ വ്യവസ്ഥകൾ അടങ്ങുന്നതാണ് ഉത്തരാഖണ്ഡിലെ UCC. ഇതേ വ്യവസ്ഥകൾ അടങ്ങുന്നതാകും ഗുജറാത്തിലെയും നിയമങ്ങൾ. ജനം, ഡൽഹി.